കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ അത് വിജയിച്ചിരിക്കുന്നു. 9 കേന്ദ്രങ്ങൾ അല്ലെ, ഏറ്റവും ഒടുവിലായി കിട്ടുന്നത് 9 കേന്ദ്രങ്ങൾ. അതനുസരിച്ചാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 30 ഭീകരർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഒഫീഷ്യൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു. അതിലേറെ പേർക്ക് ഭീകരരാണ്. നമ്മൾ ഭീകരരെ സംബന്ധിച്ചോളം അവർക്ക് തിരിച്ചടി നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയ, നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ വലിയൊരു തിരിച്ചടി, അതിനപ്പുറത്തേക്കൊന്നുമില്ല അല്ലേ ബാലു? തീർച്ചയായും പ്രതീക്ഷ ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ പറയേണ്ടി വരും. കാരണം പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും സംയുക്തമായി നടത്തിയ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന ബാഹൽപൂരിലും മുർണിക്കിലും ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നതെന്നാണ്. ലാഹോറിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമായ മുർഡിക്കയിൽ, അതായത് നമ്മൾ നേരത്തെ തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ഈ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഈ മുർഡിക്കയിലും അതുപോലെ തന്നെ ബഹൽപൂരിലും ഒരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് ഇന്ത്യ കടന്നേക്കാമെന്ന വാർത്ത നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അന്ന് അത് പറയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ഇപ്പുറം നമ്മൾ ആ വാർത്തയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലാഹോറിന് 30 കിലോമീറ്റർ അകലെയുള്ള ലഷ്കർ ഇ തോയ്ബയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന, ആസ്ഥാനം എന്നറിയപ്പെടുന്ന മുർഡിക്ക അതിലെ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം ഇപ്പോൾ തച്ച് തരിപ്പണമായിരിക്കുകയാണ്. ഇന്ത്യൻ മിസൈലുകൾ പതിഞ്ഞ ആ പ്രദേശം ഇപ്പോൾ വെറും എന്താ പറഞ്ഞ ഒരു മൺകൂനയായി മാറിയിരിക്കുന്നു എന്നാണ് ഈ പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇതിൽ പലതും നിഷേധിക്കുന്നുണ്ട്. 9 ഇടങ്ങളിൽ ഈ ആക്രമണം നടന്നിട്ടില്ല, മറിച്ച് തിരിച്ചടി ലഭിച്ചിട്ടില്ല, കേവലം 5 അടുത്ത് മാത്രമാണ് തിരിച്ചടി എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു പരാജിത രാജ്യത്തിന്റെ വാക്കുകൾ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാനാകും? കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യൻ പ്രതിരോധ സേനയുടെയും കൃത്യമായ ഒരു വിശദീകരണം രാവിലെ 10 മണിക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഈ പാകിസ്ഥാന്റെ ടെറർ ഫാക്ടറികൾക്ക് കനത്ത നാശനഷ്ടമാണ് ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ, ഇന്ത്യൻ തിരിച്ചടിയിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ടെററിസ്റ്റാന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് നമ്മളുടെ ഗൃഹപാഠം. നമ്മൾ 2 ആഴ്ച നമ്മൾ പിന്നിട്ടിരിക്കുന്നു. 22-ാം തീയതി നമ്മുടെ ഹൃദയത്തിന് ഏൽപ്പിച്ച മുറിവ് നമ്മൾ ഉണക്കിയിരിക്കുന്നു. പാകിസ്ഥാന് മർമ്മം നോക്കി, മസ്തകം നോക്കി നമ്മൾ അടിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തച്ച് തരിപ്പണമാക്കിയിരിക്കുന്നു. നമ്മൾ ആട്ടപാടലം നമ്മൾ അത് തകർത്തിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചോളം ആത്മാഭിമാനത്തിന്റെ, ആത്മഹർഷത്തിന്റെ നിമിഷമായി ഇത് മാറുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം വിരണ്ടോടുന്ന പാകിസ്ഥാനെയാണ് കാണുന്നത്. കാരണം തങ്ങളുടെ പരമാധികാരം കവർന്നിരിക്കുന്നു, ആക്രമിച്ചിരിക്കുന്നു എന്ന് ഷഹബാസ് ഷരീഫിന്റെ ട്വീറ്റ്, എക്സിലുള്ള കുറിപ്പ് വരുമ്പോൾ എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം വിരണ്ടിരിക്കുന്നു, അങ്ങേയറ്റം അട്ടപടലം വീണിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയാൻ കഴിയിരിക്കുന്നു. 30ഓളം കേന്ദ്രങ്ങൾ ഭീകരതയുടെ വിത്ത് പാകി വിളവെടുക്കുന്ന പാകിസ്ഥാന്റെ 30ഓളം ഭീകരരെ കൊന്നൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. 50-ലേറെ ഭീകരർക്ക് മുറിവേൽപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ബ്രീഫിംഗ് ആണ് നമ്മൾ ഇനി കാത്തിരിക്കാൻ പോകുന്നത്. നിർണായക യോഗങ്ങൾ ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. 10 മണിയോടുകൂടി ഈ ഓപ്പറേഷൻ സംബന്ധിച്ച് എന്തായിരുന്നു നമ്മുടെ തിരിച്ചടി? ബലാക്കോട്ടിൽ നമ്മൾ കണ്ടു, ബലാക്കോട്ടിലെ തിരിച്ചടി നമ്മൾ കണ്ടു, ഉറിയിലെ തിരിച്ചടി നമ്മൾ കണ്ടു. അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പരമാധികാരത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ടെറിട്ടറി കടന്ന്, അതിർത്തി കടന്ന് നമ്മളിലേക്ക് വരുന്ന എല്ലാ ഹീനമായ ശക്തികളെയും നമ്മൾ തച്ചുടയ്ക്കുന്നു. ഭാരതത്തിന്റെ വിജയമായി ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. ഇത്രയും ദിവസം നമ്മൾ ഡിപ്ലോമാറ്റിക് ലെവലിൽ നമ്മൾ നടത്തിയ നീക്കങ്ങൾ, ആ ലെവലിലൊക്കെ നടത്തിയ നീക്കങ്ങൾ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതായത് സിന്ധു ജല കരാറുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ നമ്മൾ നടത്തിയ നീക്കങ്ങൾ, അതൊക്കെ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം വിറളി പൂണ്ട അവസ്ഥയായിരുന്നു. പിന്നീട് ഓരോ രീതിയിലും നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ, അന്താരാഷ്ട്ര ലെവലിൽ പാകിസ്ഥാൻ എങ്ങനെ പ്രഹരമേൽപ്പിക്കാമോ, വരിഞ്ഞു മുറുക്കാമോ, എല്ലാ സാധ്യമായ വഴികളും തേടി ഇന്ന് സൈനിക നടപടിയിലേക്ക് ഈ പുലർച്ചെ ഈ 2 മണിക്ക് ശേഷം ഇന്ന് രാവിലെ നമ്മൾ കടന്നിരിക്കുന്നു. അതാണ് നമ്മൾ ഈ മുൽക്കയിൽ ആക്രമണം എന്ന് പറയുമ്പോൾ ഹാഫിസ് സയ്യിദ്, നമ്മളെ അറിയാം, ഹാഫിസ് സയ്യിദിനെ സംബന്ധിച്ചോളം വലിയ ഭീകരൻ, നമ്മളെ സംബന്ധിച്ച് വിഷപ്പാമ്പാണ് ഹാഫിസ് സയ്യിദ്. മസൂദ് അസദ് 2.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്നിരിക്കുന്ന ഭീകരൻ, നമ്മുടെ വിമാനം റാഞ്ചി കൊണ്ടുപോയ ഭീകരൻ, അതിന് സമയം നമ്മൾ വിട്ട
വിട്ട ഭീകരനാണ് ഈ മസൂദ് അസദ് അടക്കമുള്ള ഭീകരന്മാർ. അവരുടെ കേന്ദ്രങ്ങളിലേക്ക് നമുക്ക് സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ മാരകമായ രീതിയിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. ബാലു, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പ്രതീക്ഷ, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം, അതായത് പാകിസ്ഥാൻ ഈ പൂഞ്ച് രജൌരി മേഖലകളിൽ കനത്ത ഈ ഷെല്ലിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ ഈ പാകിസ്ഥാന്റെ ഷെല്ലിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അതിന്റെ ആ ഷെല്ലിങ്ങിൽ ഈ നാട്ടുകാർക്ക്, അതായത് ഈ പൂഞ്ചിൽ ഒരു അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ ഈ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നു എന്ന വാർത്തകളാണ്, എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, അവിടെ ബങ്കറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ആൾക്കാരെ സുരക്ഷിതമായി ഈ ബങ്കറുകളിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പാകിസ്ഥാൻ ഇന്ന് പുലർച്ചെ ലഭിച്ചിരിക്കുന്ന ഈ അപ്രതീക്ഷിതമായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര അതിർത്തിക്കും അതുപോലെ തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് ആർട്ടിലറി ഫയറിങ്ങും അതുപോലെ തന്നെ ഷെല്ലിങ്ങിലേക്കും കടന്നിരിക്കുകയാണ്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ കൂടി പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് ഈ ഷെല്ലിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അവർക്കുണ്ടായിരിക്കുന്ന ഈ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികളിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. പൂഞ്ച്, രജൌരി അതുപോലെ തന്നെ അഗ്നൂർ സെക്ടറുകളിൽ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പോസ്റ്റുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിർത്തിയിൽ ശക്തമായ നിയന്ത്രണ രേഖയിലും അതുപോലെ തന്നെ ഈ അതിർത്തിയിലും രാജ്യാന്തര അതിർത്തിയിലും കനത്ത ഷെല്ലിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ജമ്മു മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ബാലു, നമുക്ക് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭ്യമാകുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികരണങ്ങൾ അനുസരിച്ചാണെങ്കിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ട്രംപിന്റെ ഒരു പ്രതികരണം വരുന്നുണ്ട്. പിന്നീട് ഇനി പറഞ്ഞുകൊണ്ട് നമ്മൾ UK അടക്കമുള്ള രാജ്യങ്ങളെ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ നമ്മൾക്ക് സമാനതകളില്ലാത്ത പിന്തുണ നൽകുന്ന കുറേ രാഷ്ട്രങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് തുർക്കിയുടെ അടക്കം പിന്തുണ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭ്യമായ ദിവസമാണ്. ഇനി അവരെയൊക്കെ തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ UN നമ്മൾ ബോധ്യപ്പെടുത്തണം എങ്ങനെയായിരുന്നു നമ്മുടെ അറ്റാക്ക്, എന്തുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് നടത്തിയത്. നമ്മൾ ഒരു തരത്തിലും സിവിലിയൻസിനെ നമ്മൾ ലക്ഷ്യമിട്ടിട്ടില്ല. നമ്മുടെ അതിർത്തിക്കുള്ളിൽ, നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അറ്റാക്ക് നടത്തിയത്. ആ അറ്റാക്ക് എവിടേക്കാണ്? മർമ്മം നോക്കി ഭീകരതയ്ക്കെതിരെയുള്ള അറ്റാക്കാണ്. ആ ബോധ്യം നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപാകെ വെക്കണം. അപ്പോൾ അതിനെയുള്ള നീക്കങ്ങൾ, പ്രതികരണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്, ഇതിനോടകം ഈ അറ്റാക്ക് വന്നതിന് ശേഷം ലഭ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ എന്താണ്? നേരത്തെ തന്നെ അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തന്നെ രാജ്യാന്തര സമൂഹത്തോട് ഇന്ത്യ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് ഭീകരതയ്ക്ക് മാപ്പില്ല, ഞങ്ങൾ അങ്ങോട്ട് കയറി അടിക്കുന്നതല്ല, ഞങ്ങൾക്ക് എതിരെ, അതായത് ഇന്ത്യയിൽ ഒരു ഭീകരവാദം നടത്തുകയാണെങ്കിൽ അവരെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അത് അമേരിക്കയോടും യൂറോപ്പിനോടും അതുപോലെ തന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളോടും ഒപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ നേരത്തെ തന്നെ നൽകിയിരുന്ന ഒരു ശക്തമായ മറുപടി അല്ലെങ്കിൽ ശക്തമായ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഈ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു ഭാഗത്ത് അവർ ഈ ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് ഹാഫിസ് സയ്യിദിനെ പോലെ രാജ്യാന്തര തീവ്രവാദിയെ, രാജ്യാന്തര ഭീകരവാദിയെ പാലൂട്ടി വളർത്തുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നതെന്ന് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇത്തരം ഭീകരവാദ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നു എന്നത് രാജ്യാന്തര സമൂഹത്തിന് മുൻപിൽ തെളിയിക്കുവാൻ ഇന്ത്യക്ക് മുമ്പും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്കാളേറെ ശക്തമായി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്ന തിരിച്ചടി സംബന്ധിച്ച് അവർ ഈ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വിദേശ രാജ്യങ്ങളെയൊക്കെ ഇക്കാര്യം ഇന്ത്യ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ത്യ നയതന്ത്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളെയും, അതായത് ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളോടും ഈ ആക്രമണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. രാജ്യാന്തര സമൂഹം പൊതുവെ ഇന്ത്യക്കൊപ്പമാണ് ഇക്കാര്യത്തിൽ നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.